വിചാരിക്കുന്നോ? പേടിക്കണ്ട, ഞാൻ ഈജിപ്തിലൊന്നും പോയിട്ടില്ല. ഇതിവിടുത്തെ ഒരു മോളാണ് കേട്ടോ. ഇവരുടെ തീം എന്ന് പറയുന്നത് പിരമിഡും ഈജിപ്തും ഫറോവയൊക്കെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാം, നിങ്ങളെയും കൊണ്ടുവരാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട് ഇവിടെയൊക്കെ ഒരു കറക്റ്റ് ഒരു ഈജിപ്ഷ്യൻ വൈബാട്ടോ. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം, എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഈ വാഫി മോളിനെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്താണെന്നറിയോ? അത് ഈജിപ്ഷ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ തന്നെയാട്ടോ. ഈ കാണുന്നതാണ് ഹൈറോഗ്ലൈഫിക് കർവിങ്സ് എന്ന് വെച്ചാൽ അവരുടെ ലിപിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മോളിൻ്റെ എല്ലാ ഏരിയയിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലിപിയാണിത് കേട്ടോ. പിന്നെ ജൈൻ്റ് ആയിട്ടുള്ള ഫറോവാസും കുറേ കോളംസ് ആൻഡ് ടെമ്പിൾസും ഒക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ഞാൻ വിചാരിച്ചു ഹ്യൂമൻസിന് മമ്മീസ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഡോഗ്സിൻ്റെ മമ്മീസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ അത് ഭയങ്കര പൊട്ട തെറ്റായിരുന്നു. അത് അവരുടെ ഒരു ദൈവമാണ്, അവർ അനൂബീസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഗോഡായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. നൈൽ നദിയുടെ റീബർത്ത് ആൻഡ് ദ ഫെർട്ടൈൽ സോയിൽ എന്നതിൻ്റെ പുറകിലുള്ള ഒരു സംഭവം കേട്ടോ. പിന്നെ ഇങ്ങനൊരു സംഭവം ഇവിടെ വാഫി മോൾ എന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്യാൻ അവരെ ഇൻസ്പയർ ചെയ്തത് കർണാട്ടിക് ടെമ്പിൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തു നിന്നാണ് ഇങ്ങനൊരു ഇൻസ്പിറേഷൻ വന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് കേട്ടോ. പിന്നെ ഈ മോള് ഡിസൈൻ ചെയ്തിരിക്കുന്നതും എന്താ പറയുന്നത് ഇതിൻ്റെ പുറകിലുള്ള ആർക്കിടെക്റ്റും എല്ലാം ഈജിപ്ഷ്യൻസ് തന്നെ കേട്ടോ. ഒരു എക്സൈറ്റായിട്ട് എല്ലാ ലിപികളും എല്ലാം ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓപ്പൺ ആയത് 2001 എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, കുറച്ച് നമ്മൾ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നൊരു 11:30 കേട്ടോ. എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആയിരിക്കും. കാര്യം ഇവിടെ എല്ലാം ലൈറ്റ്സും കാര്യങ്ങളും വാട്ടറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ചിലപ്പോൾ ആക്റ്റീവ് ആക്കുന്നത് അവർ വൈകുന്നേരങ്ങളിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ആ ഒരു ബ്യൂട്ടിയും ആ ഒരു വൈബും ഒക്കെ അറിയാൻ പറ്റുന്നത് വൈകുന്നേരം ആവാനാണ് സാധ്യത കേട്ടോ. എന്തായാലും നൈസ്, കൊള്ളാം. ഇത് ആ മാളിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ. ഉള്ളോട്ട് പോകുമ്പോഴും എല്ലാം അവർ ഈ സെയിം ആയിട്ടുള്ള പാറ്റേൺ തന്നെ കേട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പാർക്കിങ്ങിൽ പോയിട്ട് ഗ്ലാസ് എടുത്തു കേട്ടോ. ഭയങ്കര വെയിൽ, ഉച്ചയായല്ലോ. നമ്മൾ മോളിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണേ. മോളിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും കയറിയിട്ട് നോക്കാവേ. നമ്മൾ എൻട്രൻസിൽ കയറുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഈ എൻട്രൻസിൽ തന്നെ അവർ വെച്ചിരിക്കുന്ന ഒരു സംഭവമാട്ടോ. ഇത് സബ്മറൈൻ ആണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഗ്രനേഡിയറിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ കാറ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ടർക്കിഷ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികമൊന്നും ഇല്ലാത്തത് കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ നേരെ പോയി ഫസ്റ്റ് ഫ്ലോറിലോട്ട് കേട്ടോ. താഴെ അവിടെ ഇവിടെയൊക്കെ മറ്റേ ടർക്കിഷ് ലൈറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായോ ആൾക്കാർ. എന്തെങ്കിലും ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് നോക്കാം കേട്ടോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടോ എന്ന്. അവിടെ എവിടെയൊക്കെ മമ്മീസൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ തൂണിൻ്റെയൊക്കെ അപ്പുറമൊക്കെ നോക്കാം എന്തായാലും വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ. ഇത് ഭയങ്കര രസമുള്ളൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. അതായത് ഈ മോളിൻ്റെ സെൻറ്ററിൽ അവർ ഗ്ലാസ് സ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു പിരമിഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ എത്ര കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്കിപ്പോൾ ഇതിനകത്ത് എന്താ മനസ്സിലായെന്നറിയോ, ഇപ്പോൾ നമ്മൾ വന്നു വിസിറ്റ് ചെയ്തു, ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ടെക്നിക്കലി മനസ്സിലായ ഒരു കാര്യം, അവർ ഈജിപ്തിൻ്റെ ആ ഒരു തീമിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഓവറാക്കാതെ ഭയങ്കര മിനിമലായിട്ട് പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പീസ്ഫുൾ ടച്ചാണ് കേട്ടോ. ടെക്നിക്കലി ഈജിപ്ത് പിരമിഡ് ഒരു പീസ്ഫുൾ സംഭവം അല്ല, എന്നാലും അവരിവിടെ അത് അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വാഫി ടീമിൻ്റെ ഒരു സ്റ്റിൽ മോഡലാട്ടോ. എന്ത് രസമല്ലേ സ്റ്റിൽ മോഡൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് അവിടെ, അതായത് ഈ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ത് രസമല്ലേ, ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത്ര പേഷ്യൻസൊക്കെ ആർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന്. എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതൊക്കെ ആരാണ് പടച്ചു വിടുന്നത്? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിന് മുന്നേ റീൽസിലൊന്നും. ഒരു സാധനം കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സംഭവം വാഫി മോളിൻ്റെ അകത്തുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, കാര്യം നമ്മൾ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇത് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ദൂരെ നോക്കിയപ്പോൾ ആ കണ്ട മനുഷ്യനെ ഞാൻ ഒറിജിനൽ ഹ്യൂമനായിട്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പിന്നെ അതിൻ്റെ ബാക്കിൽ അവരുടെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ച് മനസ്സിലാക്കുക. എനിക്കിതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. എന്താണേലും ഭയങ്കര അടിപൊളിയായിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. എല്ലാ രാജ്യത്തിൻ്റെയും അവരുടേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് അത് ഇൻസ്പയർഡായിട്ട് വേറൊരു രാജ്യത്ത് ഇതൊക്കെ ചെയ്തു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഈ മോളിൻ്റെ അകത്ത് ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എൻ്റെ ദൈവമേ ഒരു കാറ്റടിച്ചു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഫുള്ളി എനിക്കിപ്പം മനസ്സിലായി എന്താ അറിയോ, വീഡിയോ എടുക്കാനാണെങ്കിൽ ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാര്യം മുക്കിനും മൂലയ്ക്കും അവർ ഓരോരോ സാധനങ്ങൾ പടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അതിപ്പോൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും കേട്ടോ.
അപ്പോൾ അടിപൊളി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു സമാധാനം എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ 4 സൈഡിലും ഇങ്ങനെ ഒരു ഈ നമ്മുടെ പണ്ടത്തെ വീടുകളിൽ പറയുന്ന പോലെ ഈ 4 കെട്ട് വീട് പോലത്തെ സെറ്റപ്പ്. അപ്പോൾ നടുക്ക് കുറച്ച് സ്പേസ് ഇട്ടിട്ട് അവർ ചുറ്റും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു കാറ്റൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനത് ഉടനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ until next time, signing off. Bye.